ശ്രീ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ. വാക്ക് മലയാളത്തിലെ ഏറ്റവും ചെറിയ പദങ്ങളിലൊന്നാണ്. പക്ഷേ വാക്കിന് വളരെ വ്യാപ്തിയുണ്ട്. നമ്മൾ പ്രയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ നല്ല വാക്കുകൾ പ്രയോഗിക്കുന്നതാണ് നല്ലത്. അത് സമൂഹത്തിനും ഒരു വ്യക്തിക്കും നമുക്കും വളരെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ കഴിയും. പക്ഷേ പരുഷമായ വാക്കാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ വാക്കുകൾ കൊണ്ട് മുറിവേറ്റയാൾ ആത്മഹത്യയിലേക്ക് തന്നെ പോകും. സമൂഹം ഒരു പക്ഷേ ഛിന്ന ഭിന്നമായി പോകും. അതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഒരുപക്ഷേ വാക്കുകൾ കൊണ്ട് ജീവിതത്തിൽ ഉയർന്നെഴുന്നേറ്റ മനുഷ്യർ ധാരാളമാണ്. നമ്മുടെ വലിയ ഗ്രന്ഥങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. യേശുദേവൻ പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ, മുഹമ്മദ് നബി തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ വാക്കുകൾ, സമൂഹത്തോട് പറഞ്ഞ വാക്കുകൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകൾ, ശ്രീബുദ്ധൻ തൻ്റെ അനുയായികളോട് പറഞ്ഞ വാക്കുകൾ, ജൈന ദേവൻ പറഞ്ഞ വാക്കുകൾ, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല വാക്കുകൾ പ്രയോഗിക്കുക. ദേഷ്യം വന്നാലും നമ്മൾ പരുഷമായ വാക്കുകൾ ഒഴിവാക്കി നല്ല വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. വിഷമിച്ചിരിക്കുന്ന ഒരാൾ ജീവിതം കൈവടിയാനായിട്ട് യാതൊരു ആശ്രയവും ഇല്ലാതെ ഇരിക്കുന്ന നേരത്ത് നമ്മൾക്ക് അധികമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ പറയുന്ന വാക്ക് ഒരുപക്ഷെ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി പഠിക്കാൻ മിടുക്കനായിരുന്നു. ഡിപ്ലോമ പാസ്സായി. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അമ്മ പല വീടുകളിൽ വീട്ടുവേല ചെയ്താണ് ആ കുടുംബം പുലർത്തി വന്നത്. അവർ വീട് വെക്കാനായി ലോൺ എടുത്തു. ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അമ്മ തളർരോഗം ബാധിച്ച് രോഗശൈലയായി. ഈ പയ്യൻ ട്യൂഷൻ എടുത്തൊക്കെയാണ് ജീവിച്ചു വന്നത്. പക്ഷെ ജീവിതം വഴിമുട്ടിയപ്പോൾ ലോൺ അടയ്ക്കാൻ കഴിയാതെ വന്ന് ജീവിതം ഒടുക്കാൻ തീരുമാനിച്ചു. ആത്മഹത്യയെ തീരുമാനിച്ചു. ഞാൻ അവിടെ എത്തി. എനിക്കവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. അവൻ എന്നോട് ചോദിച്ചു, സാറ് കൂടുണ്ടോ? ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ കൂടുണ്ട്. ഒരു കാര്യവും വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഞാൻ കൂടുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്കുകൾ ആ കുട്ടിയിൽ മൃതസഞ്ജീവനി പോലെ പടർന്നു കയറി. പിന്നീട് അവന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് കാലങ്ങൾ പലത് കഴിയുമ്പോൾ അമേരിക്കയിൽ വലിയൊരു കമ്പനിയിലെ മാനേജരായിട്ട് ജോലി ചെയ്യുന്നു. ഒരൊറ്റ വാക്കുകൊണ്ടുണ്ട് ഉയർത്തെഴുന്നേൽക്കുക. മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും ചരിത്രം വളരെ വലുതാണ്. പരുഷമായ വാക്കുകൾ പ്രയോഗിച്ചാൽ ജീവിതം തന്നെ വെടിഞ്ഞവർ ധാരാളമാണ്. അതുകൊണ്ട് നമ്മളോട് തന്നെ നല്ല വാക്ക് പ്രയോഗിക്കുക. പരുഷമായ വാക്കുകൾ ഉപേക്ഷിക്കുക. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന് പറയുന്നത് വെറുതെയല്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നല്ല വാക്കുകൾ കൂടി നമ്മൾക്ക് ആരെയും വെറുപ്പിക്കാൻ കഴിയാതെ വരട്ടെ. നന്ദി. നല്ല നമസ്തേ. അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ.